ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു കാർഡ്ബോർഡ് പീസാണ്. ഇതിൽ നമുക്ക് ആദ്യം ഒന്ന് പെയിന്റ് ചെയ്തെടുക്കണം. നമുക്കിതിൽ പെയിന്റ് ചെയ്തെടുക്കാനുള്ളതാണ് ഒന്ന് വരച്ചെടുക്കുന്നത്. നമ്മളിതിൽ സൺസെറ്റാണ് പെയിന്റ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. ഇതുപോലെയൊക്കെ നമ്മൾ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഒരു അടപ്പ് വെച്ച് സൂര്യനെ കൂടെ ഇവിടെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലൊന്ന് പെയിന്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പെയിന്റിംഗ് ഒന്നും പഠിച്ചിട്ടില്ല, അപ്പോൾ നമുക്ക് കഴിയുന്നത് പോലെയൊക്കെ ഒന്ന് പെയിന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തംബ്നെയിലിൽ കണ്ടപ്പോൾ പെൻസിൽ കൊണ്ടുള്ള സൂത്രം എന്ന് പറഞ്ഞിട്ട് എന്താ പെൻസിലിന്റെ സൂത്രം ഒന്നും വരാത്തതെന്ന് വിചാരിക്കേണ്ട. പെയിന്റ് ചെയ്തെടുത്തതിന് ശേഷം വേണം നമുക്ക് പെൻസിലിൽ ചെയ്തെടുക്കുന്ന ആ സൂത്രം ചെയ്യാനായിട്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലിലൊന്ന് പോയി നോക്കുക. വീഡിയോസൊക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ പറയണം. നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന കാർഡ്ബോർഡ് പീസിലപ്പോൾ നമ്മൾ ഇതുപോലെയൊക്കെ ഒന്ന് പെയിൻറ്റ് കൊടുത്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ മരങ്ങൾ വരച്ചെടുക്കണം. അപ്പോൾ നമ്മളത് സ്കെയിൽ വെച്ച് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുകയാണ്. ഇതിലുള്ള മരങ്ങൾ നമ്മൾ പെയിൻറ്റ് ചെയ്തെടുക്കുകയല്ല ചെയ്യുന്നത്. നമ്മൾ പെയിന്റ് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു കരഭാഗത്ത് നമ്മൾ 2 മരങ്ങളാണ് വരച്ചു കൊടുക്കുന്നത്. ഈ ഒരു ഭാഗത്ത് നമ്മൾ 4 ചെറിയ മരങ്ങളും വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് വേണ്ടത് ബ്ലാക്ക് കളർ വൂളൻ ത്രെഡാണ്. പിന്നെ നമ്മൾ പെൻസിലാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ വരച്ചെടുത്തിട്ടുള്ള മരത്തിൽ ഇതൊന്ന് വെച്ച് നോക്കിയിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ വൂളൻ ത്രെഡ് ചുറ്റി കൊടുക്കണം. നമ്മൾ പെൻസിലിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ള അവിടെ നിന്ന് ഇങ്ങോട്ടാണ് നമ്മൾ വൂളൻ ത്രെഡ് ചുറ്റി കൊടുക്കുന്നത്. ഈ ഒരു ട്രിക്കിലൂടെ നമ്മൾ ഫ്ലവർ ചെയ്തെടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഫ്ലവർ വേസും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വരച്ച് കൊടുത്തിട്ടുള്ള അതിൽ നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ചുറ്റിയെടുത്തത് അതിലേക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കണം. പിന്നീട് നമുക്ക് നല്ല മൂർച്ചയുള്ള ഒരു ബ്ലേഡാണ് വേണ്ടത്. ഇനി നമ്മൾ ചുറ്റി കൊടുത്തത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് ശേഷമാണ് പെൻസിൽ അതിൽ നിന്നും എടുത്ത് മാറ്റേണ്ടത്. ഇതുപോലെ തന്നെ നമുക്ക് ഒരു തവണ കൂടെ അതിൽ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ വരച്ച് കൊടുത്തിട്ടുള്ള ഒരു മരം നമുക്ക് റെഡിയായി കിട്ടും. ഇനി നമ്മൾ ഒട്ടിച്ചു കൊടുത്തതിൻ്റെ ഇപ്പുറത്തെ സൈഡിലായി വീണ്ടും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഇതും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇതും നമ്മൾ ബ്ലേഡ് ഉപയോഗിച്ച് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെയാണ് നമ്മളിതിൽ വരച്ചു കൊടുത്തിട്ടുള്ള എല്ലാ മരങ്ങളും നമുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്കിത് മരത്തിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ നമ്മളത് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മരം നമുക്ക് ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. പിന്നീട് നമ്മൾ ഉണങ്ങിയ ഒരു കമ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഇതിൻ്റെ താഴെ ഒന്ന് ഒട്ടിച്ചെടുക്കാനുള്ളതാണ്. ഇതുപോലെ നമ്മൾ അത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ചെയ്തെടുത്തതുപോലെ തന്നെ നമുക്ക് അടുത്ത മരവും ചെയ്തു കൊടുക്കാം. അപ്പം നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ വൂളൻ ത്രെഡ് ചുറ്റിയെടുക്കുന്ന ഈ ഒരു ഐഡിയയിലൂടെ തന്നെ നമ്മൾ ബോട്ടിൽ ആർട്ടും ചെയ്തിട്ടുണ്ട്. അതെല്ലാം ചെയ്തെടുക്കുന്ന വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാൻ ഇഷ്ടമുള്ളവരൊന്ന് പോയി കണ്ടു നോക്കണേ. ഇപ്പോൾ നമ്മുടെ രണ്ടാമത്തെ മരവും ഇതുപോലെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെയും താഴെ നമ്മൾ ആ ഉണങ്ങിയ കമ്പൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത മരങ്ങൾ കുറച്ച് ചെറുതാക്കിയിട്ടാണ് ചെയ്തെടുക്കേണ്ടത്. അപ്പം നമ്മൾ പെൻസിലിൽ കുറച്ച് വൂളൻ ത്രെഡ് ചുറ്റി കൊടുത്താൽ മതി. അതും നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനലിൽ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്ന ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. ഇതുപോലെ തന്നെ നമുക്ക് സൂര്യോദയമൊക്കെയാണ് നമ്മൾ പെയിന്റ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ നമുക്കതിൽ ഗ്രീൻ കളർ വൂളൻ ത്രെഡാണ് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കേണ്ടത്. അതുപോലെ ചെയ്തെടുത്താലും കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. നമ്മൾ ഈ ഒരു ട്രിക്കിലൂടെ തന്നെ ഫ്ലവർ വേസ് ചെയ്തെടുത്തിട്ടുള്ളത് കാണാത്തവരൊന്ന് പോയി കണ്ടു നോക്കണേ. ഇപ്പം നമ്മളതിൽ വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്ന എല്ലാ മരങ്ങളും ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മളിവിടെ ഉണങ്ങിയ ചെടിയുടെ ഇലകളാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ ബ്ലാക്ക് കളർ പെയിന്റ് കൊടുത്ത് അതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതിന് പകരമായിട്ട് ഇതിൽ പുല്ലുകൾ പെയിന്റ് ചെയ്ത് കൊടുത്താലും മതി. നമ്മളിവിടെ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഫ്രെയിം പോലെ ഇതിന് വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാം. നമ്മളിവിടെ അതൊന്നും ചെയ്യുന്നില്ല. ഇതിനധികം വെയിറ്റ് ഇല്ലാത്തത് കൊണ്ട് നമുക്കിതിൽ ഡബിൾ സൈഡ് ടാപ്പൊക്കെ ഒട്ടിച്ചു കൊടുത്ത് ചുമരിലൊക്കെ വെക്കാം. അപ്പം നമ്മൾ സിമ്പിൾ ട്രിക്കിലൂടെ ചെയ്തെടുത്തിട്ടുള്ള ഇന്നത്തെ ഈ ഒരു വർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്.
ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.